യദ്യദ്ലഭ്യേത തത്തത്തവ സമുപഹൃതം ദേവദാസോസ്മി ദേഹം ത്വദ്ഗേഹോന്മാർജനാദ്യം ഭവതു മമ മുഹു കർമ്മ നിർമ്മായമേവ സൂര്യാഗ്നി ബ്രാഹ്മണാത്മാദിഷു ലസിത ചതുർബാഹുമാരാധയേ ത്വാം ത്വത്പ്രേമാർദ്രത്വരൂപോ മമ സതതമഭിഷ്യന്തതാം ഭക്തിയോഗ ഐക്യം തേ ദാനഹോമ വ്രതനിയമതപസ്സാഖ്യയോഗ്യൈർദുരാപം ത്വത്സംഗേനൈവ ഗോപ്യ കില സുഹൃദി തമാപ്രാപുരാനന്ദസാന്ദ്രം ഭക്ത്വേഷന്വേഷു ഭൂയസ്വപി ബഹുമനുഷേ ഭക്തിമേവ ത്വമാംസാം തന്മേ ത്വത്ഭക്തിമേവ ദൃഢയ ഹരഗദാൻ കൃഷ്ണവാദാലയേഷ. ശ്ലോകം 9. യദ്യല്യഭ്യേത തത്തത്തവ സമുപഹൃതം ദേവ ദാസോസ്മി തേഹം ത്വത് ഗേഹോന്മാർജനാദ്യം ഭവതു മമ മുഹു കർമ്മ നിർമ്മായമേവ സൂര്യാഗ്നി ബ്രാഹ്മണാത്മാദിഷു ലസിത ചതുർബാഹുമാരാധയേ ത്വാം ത്വത്പ്രേമാർദ്രത്വരൂപോ മമ സതത അഭിഷ്യന്തതാം ഭക്തിയോഗ. ദേവാലയോ ദേവനായ ഗുരുവായൂരപ്പ, യത് യത് ഏതേത് വസ്തു ലഭ്യത കിട്ടുന്നുവോ തത്തത് അതെല്ലാം തവ നിനക്ക് സമുപഹൃതം സമർപ്പിക്കപ്പെടുന്നു. അഹം ഞാൻ തേ ദാസാസ്മി നിന്റെ ദാസനായി ഭവിക്കുന്നു. ത്വത് ഗേഹോന്മാർജനാദ്യേ നിന്റെ ഭവനം അല്ലെങ്കിൽ അമ്പലവും മറ്റും തൂത്തു തളിച്ച് വൃത്തിയാക്കുക തുടങ്ങിയ കർമ്മം പ്രവൃത്തി നിർമ്മായം ഏവ വ്യാജം കൂടാതെ മുഹു വീണ്ടും വീണ്ടും മമ ഭവതു എനിക്കുണ്ടാകേണമേ. സൂര്യാഗ്നി ബ്രാഹ്മണാത്മാദിഷു സൂര്യൻ അഗ്നി ബ്രാഹ്മണൻ ആത്മാവ് തുടങ്ങിയവയിൽ ലസിത ചതുർബാഹും പ്രകാശിക്കുന്ന 4 ബാഹുക്കളോട് കൂടിയ ത്വാം നിന്നെ ആരാധയെ ഞാൻ പൂജിക്കുന്നു. ത്വത് പ്രേമാർദ്രത്വരൂപ നിന്നിലുള്ള പ്രേമം കൊണ്ട് ആർദ്രരൂപമായ ഭക്തിയോഗം മമ സതതം അഭിഷ്യന്തതാം എനിക്ക് എപ്പോഴും ഒഴുകുമാറാകട്ടെ. എല്ലാ ഭഗവാനിൽ അർപ്പിക്കുന്ന ആത്മസമർപ്പണ രൂപമായ ഭക്തിയോഗമാണ് ഈ ശ്ലോകത്തിൻ്റെ വിഷയം. താൻ ഭഗവാന്റെ ദാസനാണെന്ന ഭാവം ഉറയ്ക്കുമ്പോൾ തനിക്ക് ലഭിക്കുന്നതെല്ലാം ഭഗവാന്റെ വകയാണെന്നുള്ള ബോധമുണ്ടാകുന്നു. തൻ്റെ ധനം, ഋണം, ജ്ഞാനം, അജ്ഞാനം, സുഖം, ദുഃഖം, കുടുംബ ബന്ധങ്ങൾ, പുണ്യം, പാപം എന്നിങ്ങനെ എൻ്റേത് എന്ന് നാം വിശേഷിപ്പിക്കാവുന്ന എല്ലാം ഭഗവാന് കാഴ്ചവെക്കാൻ കഴിയണമെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം വേണം. ശരീരവും മനസ്സും ബുദ്ധിയും കൂടി ഭഗവാൻ അർപ്പിച്ച് കഴിയുമ്പോൾ എല്ലാ പ്രവൃത്തികളും ഭഗവത് സേവയായി മാറും. ഭഗവാന്റെ നിലയമായ അമ്പലവും മറ്റും അടിച്ചു തളിച്ച് വൃത്തിയാക്കുന്നത് പോലുള്ള പണികൾ സന്തോഷത്തോടെ വീണ്ടും വീണ്ടും ചെയ്യാൻ കഴിയും. ആ അവസ്ഥയിലെത്തുമ്പോൾ സൂര്യൻ, അഗ്നി, ബ്രാഹ്മണൻ, ആത്മാവ് മുതലായവയിൽ ഭഗവാനെ കാണാൻ കഴിയും. കാണുന്നതെല്ലാം ഭഗവത് രൂപമായും കേൾക്കുന്നതെല്ലാം ഭഗവത് സ്തോത്രമായും തൊടുന്നതെല്ലാം ഭഗവത് കാരുണ്യമായും രുചിക്കുന്നതെല്ലാം ഭഗവത് കാരുണ്യമായും മണക്കുന്നതെല്ലാം ഭഗവത് ഗന്ധമായും മാറുമ്പോൾ മനസ്സും ബുദ്ധിയും ഭഗവന്മയമാകും. ഭക്തനെ ആനന്ദപ്രവാഹത്തിലൊഴുക്കുന്ന ഭക്തിയോഗത്തിന് വേണ്ടി ഇവിടെ ഭഗവാനോട് പ്രത്യേകമായിട്ട് അപേക്ഷിക്കുന്നു. ശ്ലോകം 10. ഐക്യം തേ ദാനഹോമ വ്രത നിയമ തപ സാഖ്യ യോഗേർദുരാപം ത്വൽസംഗേനൈവ ഗോപ്യ കില സുഹൃതിതമാ പ്രാപുരാനന്ദസാന്ദ്രം ഭക്തേഷന്വേഷു ഭൂയസ്വപി ബഹുമനുഷ്യേ ഭക്തിമേവ ത്വമാസാം തന്മേ ത്വത്ഭക്തിമേവ ദൃഢയ ഹര ഗദാൻ കൃഷ്ണ വാദാലയേശ. കൃഷ്ണ വാദാലയേശ, അല്ലയോ കൃഷ്ണ ഗുരുവായൂരപ്പ. തേ ഐക്യം നിന്റെ ഐക്യഭാവം അല്ലെങ്കിൽ സായുജ്യം ദാന ഹോമ വ്രത നിയമ
തപ സാഖ്യ യോഗേ. ദാനം, ഹോമം, വ്രതം, നിയമം, തപസ്, സാഖ്യം, യോഗം എന്നിവയാൽ ദുരാപം കിട്ടുവാൻ പ്രയാസമുള്ളതാണ്. ഗോപികമാർ ത്വൽ സംഗേനവ നിന്റെ സംഘം കൊണ്ട് തന്നെ ആനന്ദരസസാന്ദ്രമായ ഐക്യത്തെ പ്രാപിച്ചു. സുഹൃതി തമാകില അവർ സുഹൃതികൾ തന്നെയാണ്. ത്വം നീ അന്യേഷു അന്യരായ ഭൂയസ്സു വളരെയുള്ള ഭക്തേഷു ഭക്തന്മാരിൽ വെച്ച് ആസാം ഇവരുടെ ഭക്തിയെ തന്നെ ബഹുമനുഷ്യെ ബഹുമാനിക്കുന്നു. അത് ഹേതുകൊണ്ട് എനിക്ക് ത്വത്ഭക്തിം ഏവ നിന്നിലുള്ള ഭക്തിയെ തന്നെ ദൃഢീകരിച്ചാലും ഗദാൻഹര രോഗങ്ങളെ നശിപ്പിക്കണമേ. ഭഗവത് പ്രാപ്തിക്ക് അനേകം മാർഗങ്ങൾ ശാസ്ത്രങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ട്. അവയിൽ പ്രധാനപ്പെട്ടവ ദാന, ഹോമ, വ്രത, നിയമ, തപ, സാഖ്യയോഗി. അങ്ങനെയാണ് പ്രയോഗം. അതായത് ഓരോന്നായി നോക്കിയാൽ ദാനം, താൻ പരിശ്രമിച്ച് നേടിയ ഭൗതിക സ്വത്തുക്കൾ അല്ലെങ്കിൽ സമ്പത്തുകളെ സന്തോഷത്തോടെ യോഗ്യതയുള്ള സത്പാത്രങ്ങൾ സമർപ്പിക്കലാണ് ദാനം. ഹോമം ദേവപ്രീതിക്ക് വേണ്ടി മന്ത്രപൂർവ്വം അഗ്നിയിൽ ഹവിസർപ്പിക്കൽ, അതാണ് ഹോമം. വ്രതം ഏകാദശി, പ്രദോഷം തുടങ്ങിയ ദിവസങ്ങളിൽ ലൗകികാചാരങ്ങളിൽ നിന്ന് മനസ്സിനെയും ശരീരത്തെയും മോചിപ്പിച്ച് ഉപവാസം തുടങ്ങിയ നിയന്ത്രണങ്ങളോടെ ഇഷ്ടദേവതയെ ഉപാസിക്കൽ. സത്സംഗവും ക്ഷേത്രാദികളായ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കലും വ്രതത്തിൻ്റെ ഭാഗമാണ്. നിയമം, നിത്യകർമ്മങ്ങൾ, എല്ലാ ദിവസവും പാരമ്പര്യക്രമത്തിൽ അനുഷ്ഠിച്ചു പോരുന്ന ആചാരങ്ങൾ, സ്നാനാചമനാദികൾ, സൂര്യാരാധന, ഗായത്രി മന്ത്രജപം, സന്ധ്യാകർമ്മം തുടങ്ങിയവ. തപസ്, ഭോഗങ്ങളുടെ നേർക്ക് നയിക്കുന്ന ഇന്ദ്രിയ ചോദനങ്ങൾക്ക് ആധാരമായ ശരീരത്തെ കടുത്ത നിയന്ത്രണങ്ങൾക്ക് വിധേയമാക്കി മനസ്സിനെ ശരീരത്തിൽ നിന്ന് മോചിപ്പിച്ച് ഉപാസനാമൂർത്തിയിലേക്ക് നയിക്കുന്ന ചര്യയാണ് തപസ്. സാഖ്യം, പ്രപഞ്ച പ്രതിഭാസങ്ങൾക്ക് ആധാരമായ തത്വങ്ങളെ എണ്ണിപ്പറയാൻ സഹായകമായ ദർശനമാണ് സാഖ്യം. യോഗം, ചിത്തവൃത്തി നിരോധം, യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധ്യാനം, ധാരണ, സമാധി എന്ന 8 അംഗങ്ങളോടുകൂടിയ അഷ്ടാംഗയോഗം. ഇവയൊക്കെ ആചരിച്ചാലും ഭഗവാനെ പ്രാപിക്കുന്നത് എളുപ്പമല്ല. ഇവയൊന്നും ആചരിക്കാതെ തന്നെ സുഹൃതികളായ ഗോപസ്ത്രീകൾ ഭഗവാനുമായിട്ട് ഐക്യം പ്രാപിച്ചു. ഓരോ പ്രവൃത്തിയും ഭഗവത് സേവയായും എല്ലാ ചിന്തയും ഭഗവത് പരമായും പ്രപഞ്ചത്തിലെ ദൃശ്യാദൃശ്യങ്ങളും ചരാചരങ്ങളുമായി എല്ലാം ഭഗവന്മയമായും കാണാനുള്ള ഭാവനയാണ് അവർക്കുണ്ടായിരുന്നത്. നിഷ്കാമമായ ഭക്തിയാണ് ഗോപികമാരുടെ ഭക്തി. അങ്ങനെയുള്ള ഭക്തിക്ക് തനിക്ക് അർഹതയുണ്ടെന്ന് നാരായണ കർത്താവ് അഭിപ്രായപ്പെടുന്നില്ല. എനിക്ക് നിന്നിൽ ദൃഢമായ ഭക്തി നൽകി അനുഗ്രഹിക്കണമേ എന്നും എൻ്റെ രോഗങ്ങളെ മാറ്റിത്തരണമേ എന്നും അപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹം ഈ ദശകം ഇവിടെ ഉപസംഹരിക്കുന്നു.